ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2088. ഇന്ന് സെപ്റ്റംബർ മാസം 18-ാം തീയതി. ഈ ആണ്ടിലെ 261-ാമത്തെ ദിവസത്തിലെത്തി. സ്ഥിരമായി ബുദ്ധന്റെ പ്രസംഗം കേൾക്കാനെത്തുന്ന ഒരാൾ ഒരു ദിവസം ബുദ്ധനോട് ചോദിച്ചു, 1-2 മാസമായി ഞാൻ അങ്ങയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ബുദ്ധന്റെ മറുചോദ്യം ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ചില ദിവസങ്ങൾ നടന്നു പോകും, ചിലപ്പോൾ കാളവണ്ടി. ബുദ്ധൻ തന്റെ ചോദ്യം തുടർന്നു, നിങ്ങൾ തിരിച്ച് യാത്ര ചെയ്യാതെ ഇവിടെ തന്നെ ഇരുന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും വീട്ടിലെത്തുമോ? അയാൾ പറഞ്ഞു, ഇല്ല. എവിടെയാണോ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങണ്ടേ? നിങ്ങൾ ഇത്രയും നാൾ എന്നെ കേൾക്കുക മാത്രമാണ് ചെയ്തത്, എന്നാൽ ഇനി മുതൽ നിങ്ങൾ പരിശീലിച്ചു തുടങ്ങണം. ഏതൊരു ക്രിസ്തു അനുയായിക്കും എത്രയോ ബാധകമായ കാര്യമാണ്. നമ്മളിങ്ങനെ യേശുവിനെ കേൾക്കാൻ തുടങ്ങിയിട്ട്, യേശുവിന്റെ വചനങ്ങൾ വായിക്കാനും ധ്യാനിക്കാനും തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഓരോരുത്തരുടെ ഉള്ളിലൊരു ദുഃഖവും ഭാരവും ലജ്ജയും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. ഇനി എന്നാണ് ഞാനൊന്ന് നന്നാവുക? കേൾവിശക്തിയേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാ അനുഗമനശേഷി. നമ്മൾ എപ്പോഴാണ് നല്ലൊരു അനുഗാമിയാകുന്നത്, ഒരു അനുയായിയാകുന്നത്? ചെവികളിലെ അതിൻ്റെ പ്രതിധ്വനികളിലല്ല, പിന്നെ കർമ്മവീതികളിലെ നടപടി ക്രമങ്ങളാണ് മെച്ചപ്പെട്ട ഫലങ്ങൾ സമ്മാനിക്കുന്നത്. നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിരന്തരം എന്നെ പോലെ പറയുന്നുണ്ടാവും, പക്ഷേ നടപടി ക്രമങ്ങളുണ്ടാവും. മെച്ചപ്പെട്ട ഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാളും കുറെ കൂടി അവന്റെ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ നടപ്പിൽ വരുത്താനായിട്ട് അതിന്റെ പ്രായോഗികമായ ഒരു നടത്തിപ്പിനും പരിശീലനത്തിനും തയ്യാറാവണ്ടേ? യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നില്ലേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്ന്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസിയോ വൻ പരാജയമല്ലേ? എപ്പോഴാണ് പരാജയപ്പെട്ട ഒരു വിശ്വാസി എന്ന നിലയിൽ നിന്ന് ഞാനിന്ന് ഉണരുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതുമൊക്കെ? ധാർമ്മിക ബോധനങ്ങളും സാരോപദേശ കഥകളും പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം പ്രഭാഷകരോ ശ്രോതാക്കളോ ഒന്നുമില്ലാത്തതല്ല, പിന്തുടർച്ചക്കാരില്ലാത്തതുകൊണ്ടാണ്. പ്രവർത്തന സാധ്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ഇപ്പോഴും ധൈര്യപ്പെടുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവൃത്തി കൂടി ചെയ്തു പോകുന്ന നല്ലൊരു വിശ്വാസിയാക്കി ഞാൻ രൂപാന്തരപ്പെടാനായിട്ട്. ആമേൻ.